9th class chemistry first chapter is structure of atom. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. എന്താണ് മോളിക്യൂൾസ് എന്ന് നോക്കാം. സോ എവറി സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ്, അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്, മേഡപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഈ സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് നിശ്ചയിക്കുന്നത് ഈ മോളിക്യൂൾസ് ആണ്. സോ ഓൾ സബ്സ്റ്റൻസ് ഇൻ അവർ സറൗണ്ടിങ്, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ്? ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി നിശ്ചയിക്കുന്നത് മോളിക്യൂളാണ്. കനോട്ട് സീൻ വിത്ത് എ മൈക്രോസ്കോപ്പ്. ഈവൻ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് പോലും നമുക്ക് ആ മോളിക്യൂൾസ് കാണാൻ സാധിക്കില്ല. ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ സ്മോൾ പാർട്ടിക്കിൾ. ഒന്നോ അതിലധികമോ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. എന്താണ് ആ പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറയുന്നില്ല. കുഞ്ഞു കുഞ്ഞു കുറേ പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഈ മോളിക്യൂൾ കൊണ്ടാണ് സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ പാർട്ടിക്കിൾസ് ജോയിൻ ടു ഫോം മോളിക്യൂൾസ്, ആ മോളിക്യൂൾസ് ജോയിൻ ടു ഫോം സബ്സ്റ്റൻസസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ പറയുന്നത്. സോ സ്മോൾ പാർട്ടിക്കിൾസ് മോളിക്യൂൾസായി, മോളിക്യൂൾസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറി. സോ ഈ മോളിക്യൂൾസ് ആണ് ആ സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി നിശ്ചയിക്കുന്നത്. അടുത്ത് പറയുന്നത് ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി. അപ്പോൾ ഈ സ്മോൾ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ആറ്റം എന്ന് പറയുന്നത്. സ്മോൾ പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരെന്താണ്? ആറ്റം. ഈ ആറ്റത്തിൻ്റെ തിയറി കണ്ടുപിടിച്ച ആളാണ് ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന ആൾ. ആറ്റത്തിൻ്റെ തിയറി കണ്ടുപിടിച്ച ആളാണ് ജോൺ ഡാൽട്ടൺ. അയാൾ ജനിച്ചത് 1807 അയാളത് കണ്ടുപിടിച്ചത് 1807. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി കണ്ടുപിടിച്ചത് ഡാൽട്ടൺ ആണ് ഇൻ 1807. മേജർ ഐഡിയാസ് ഓഫ് ഓൾ ദി അറ്റോമിക് തിയറി ഓഫ് ഡാൽട്ടൺ. ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി യൂസ് ചെയ്തിട്ട് അയാൾ കുറച്ച് ഐഡിയാസ് അതിനകത്ത് മുൻപോട്ട് വെച്ചിരുന്നു. അതായത് അറ്റോമിക് തിയറിയിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറയണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് എ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. മാറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കുഞ്ഞു കുഞ്ഞു കണികൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആറ്റം. അതിനെയാണ് ആറ്റം എന്ന് വിളിക്കുന്നത്. ആറ്റത്തിനെ നമുക്കൊരിക്കലും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ആറ്റംസ് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ആറ്റത്തിനെ ഒരിക്കലും നമുക്ക് ക്രിയേറ്റും ചെയ്യാൻ സാധിക്കില്ല, അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. സോ ഇറ്റ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. ആറ്റം എന്ന് പറഞ്ഞാൽ എനർജി പോലെയാണ്. അതൊരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കില്ല, ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. ഇനി ഒരേപോലത്തെ എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന ആറ്റംസും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ സൈസ്, അതിൻ്റെ മാസ് ഇതെല്ലാം എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ സെയിം എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടിയും സൈസും മാസും സെയിം ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൽ ഡിഫറെൻ്റ് ആറ്റം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയും സൈസും മാസിനും എല്ലാം ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടുത്ത്, ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടിക്കിളാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിൽ പങ്കെടുക്കും? കെമിക്കൽ റിയാക്ഷൻസിന് പങ്കെടുക്കുന്ന ഒരാളാണ് ആറ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും ഐഡിയാസാണ് ഡാൽട്ടൺ അറ്റോമിക് തിയറിയെ പറ്റി കൊടുത്തത്. എന്തൊക്കെ പറഞ്ഞു? ഇത് മൈന്യൂട്ട് പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. അതുപോലെ ഇത് കെമിക്കൽ റിയാക്ഷന് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതൊരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരേ എലമെൻറ്റ്സിൻ്റെ ആറ്റം എല്ലാം സെയിം ആയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടി, മാസ്, സൈസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്കും അതും ഡിഫറെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതൊരു വളരെ സ്മോൾ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തിലോട്ട് പങ്കെടുക്കും? കെമിക്കൽ റിയാക്ഷനിൽ ഇത് പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇനി ഒരു കോമ്പൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്? രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എലമെൻറ്റ് കമ്പൈൻ ചെയ്യുന്നത് എപ്പോഴും ഒരു സിമ്പിളായിട്ടുള്ള റേഷ്യോയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ടറിൻ്റെ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O ആണല്ലേ. അപ്പോൾ H2O, അപ്പോൾ ഇത് ഏത് റേഷ്യോയിലാണ് ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ്, ഓക്സിജൻ എന്ന് പറയുന്നത് അനദർ എലമെൻ്റ് ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ എലമെൻറ്റും ഒരു ഓക്സിജൻ എലമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? വാട്ടർ എന്നൊരു മോളിക്യൂൾ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയത്. സോ ഇവിടെ H2
2:1 എന്ന സിമ്പിൾ റേഷ്യോയിലാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്നത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തു. കണ്ടോ, 2 or more എലമെൻറ്റ്സ്, ഒന്നോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. സോ കോമ്പൗണ്ട്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു സിമ്പിൾ റേഷ്യോയിൽ നമുക്കതിനെ ജോയിൻ ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അടുത്തെന്താണ് പറയുന്നത്, ഡാൽട്ടൺസ് തിയറി. ഡാൽട്ടൺ തിയറി എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. അത് ഫർദറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുന്നുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, ഒരു കോമ്പ് എടുക്കുക. കോമ്പ് എല്ലാവർക്കും പരിചിതമാണ്, ചീപ്പല്ലേ, തല കോതുന്ന കോമ്പ്. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്രൈ ഹെയറിൽ, അത്ര എണ്ണയൊന്നും പെരണ്ടിട്ടില്ലാത്ത ഒരു ഹെയറിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഈ കോമ്പിനെ കുറച്ച് ചെറിയ ചെറിയ പേപ്പർ ഇങ്ങനെ കീറി, അതായത് പേപ്പർ ചെറിയ ചെറിയ ബിറ്റ്സ് ആക്കി അടുത്ത് തന്നെ ഇട്ടിരിക്കുക. അതിനുശേഷം ആ കോമ്പിനെ ഒന്ന് പേപ്പറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പിലോട്ട് ഈ പേപ്പർ എന്ത് ചെയ്യാൻ തുടങ്ങും, അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ഒരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, പെരുക്കാത്ത ബലൂൺ, അതായത് എയർ നിറയ്ക്കാത്ത ബലൂൺ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഡ്രൈ ഹെയറിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഒരു വാളിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാളിൽ അങ്ങ് അട്രാക്റ്റ് ചെയ്ത് അങ്ങ് ഇരിക്കും. ഇതിനുള്ള എല്ലാത്തിനുള്ള ഈ 2 കാര്യങ്ങളും ചോദിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് കോമ്പ് ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പറിനടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലാറ്റഡ് ബലൂണ് റബ്ബ് ചെയ്തതിന് ശേഷം വാളിനടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സാമിന് റീസൺ വൈസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഡ്രൈ ഹെയറിൽ ഇങ്ങനെ എന്താ പറയുക ഉരയ്ക്കുമ്പോൾ, കോമ്പിട്ട് ഉരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലാറ്റഡ് ബലൂണിലോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ജസ്റ്റ് കുറച്ച് ഇലക്ട്രിക്കൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു ചെറിയ ഇലക്ട്രിക്കൽ ചാർജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഇലക്ട്രിക്കൽ ചാർജ് കാരണം നമ്മൾ ഈ കോമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫ്ലാറ്റഡ് ബലൂണോ വേറൊരു പാർട്ടിക്കിളിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ മറ്റേ എന്തിൻ്റെ അടുത്തായിട്ടാണോ കൊണ്ടുപോകുന്നത് അതിലോട്ട് അങ്ങോട്ട് ചാടാൻ തുടങ്ങും. ഓക്കെ, ഈ ഇലക്ട്രോൺ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടിരിക്കുന്ന സർഫസിലുള്ള ഇലക്ട്രോൺ അനദർ മെറ്റീരിയൽ, നമ്മൾ എന്തിൻ്റെ അടുത്തായിട്ടാണോ കൊണ്ടുപോകുന്നത് ആ മെറ്റീരിയലിലോട്ട് ചാടുമ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാൽട്ടൺ പറഞ്ഞ ആറ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഈ പറയുന്ന ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ പുറത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അങ്ങോട്ട് പോകെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ അടുത്ത് പറയുവാണ്. സോ എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ അടുത്തുള്ള ഒരു മെറ്റീരിയലിലോട്ട് ചാടി പോകുന്നത് കൊണ്ടാണ് അവർ തമ്മിൽ എന്ത് സംഭവിക്കുന്നത്, അട്രാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി ക്ലാസ് അടുത്ത വീഡിയോയിൽ. താങ്ക്